ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എല്ലാവർക്കുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത്? നമുക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്ത് അവരുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാതി പ്രശ്നങ്ങൾ തീരും. നമ്മൾ മറ്റൊരാളിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരിക. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാം. നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരോ കഴിവുകളോട് കൂടിയിട്ട് തന്നെയാണ്. ഈ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഓരോരോ അവരുടേതായ ഐഡന്റിറ്റിയും അതുപോലെ അവരുടേതായ കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. നമ്മൾ സെൽഫായിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെ ആകുന്നതിന് വേണ്ടി അവരുടെ റോൾ മോഡൽ ആയതുകൊണ്ടൊന്നും നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ നമ്മൾ സ്വയം ഒരു റോൾ മോഡൽ ആകേണ്ടത് നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർ റോൾ മോഡൽ ആവാനും നമ്മൾ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക വേണ്ടത് അല്ലേ? പലർക്കുള്ള പ്രശ്നം എന്താണ്? നമ്മൾ സ്വതവേ എല്ലാവരും ചെയ്യുന്ന കാര്യം മറ്റൊരാളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ലൈഫിൽ ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്സുകളുടെ ഇടയിലാണെങ്കിലും അങ്ങനെ കുട്ടികളുടെ ആണെങ്കിലും ഒക്കെ നമ്മൾ കമ്പാരിസൺ കൂടുതലാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ നേരിടേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും? നമ്മളായിട്ടിരിക്കുക. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ആകും. അല്ലാതെ നമ്മൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ ലൈഫ് കമ്പാരിസൺ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യരുത് എന്നാണ്. നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേഷനും അതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലാവരും അവരവരുടെ കഴിവുകൾ കണ്ടെത്തുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.